ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ലെവൽ സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക് 2.3. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ കഴിഞ്ഞ 2.2ൽ എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ കണ്ടിന്യൂവേഷൻ ലെക്ചറാണ് ഇത്. അപ്പോൾ ആ ലെക്ചർ ഒരു പ്രാവശ്യം കൂടെ കേട്ടതിന് ശേഷം ഈ ലെക്ചറിലേക്ക് സ്ട്രേറ്റ് അവേ ജമ്പ് ചെയ്ത് കയറുക. അപ്പം ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2.2-നകത്ത്, അതായത് സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക് 2.2-നകത്ത് കറക്റ്റായിട്ട് അതിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ എൻട്രി സെനാരിയോ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് എക്സ്പ്ലനേഷൻ തന്നു. ഇനി അതുപോലെ തന്നെ നമ്മളുടെ സ്ട്രക്ചർ അല്ലാതെ നമ്മുടെ ക്യാൻഡിസ്റ്റിക് വെച്ചിട്ട് നമ്മുടെ മാർക്കറ്റിൽ 3 മിനിറ്റിൻ്റെ സ്ട്രക്ചർ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തിട്ട് അതിൽ ഈ കറക്റ്റായിട്ട് ഫോർമേഷൻ വന്നിരിക്കുന്ന രീതിയിലുള്ള ക്യാൻഡിസ്റ്റിക് നമുക്ക് കറക്റ്റായിട്ട് ഭംഗിയായിട്ട് ക്ലിയർ ആയിട്ട് കാണണം. അപ്പോൾ അങ്ങനെ കാണുമ്പോഴാണ് ചാർട്ടിൻ്റെ ഫോർമേഷൻ പ്ലസ് സ്ട്രക്ചർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേനും കൺസെപ്റ്റ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷേ ചാർട്ട് വരുമ്പം നമുക്കത് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ആ ഒരു സെനാരിയും കൂടെ നമുക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഒത്തിരിയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒത്തിരിയധികം കാര്യങ്ങൾ നമ്മൾക്ക് നേടാനുണ്ട്. നെക്സ്റ്റ് ലെവൽ സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക് 2.3. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. മൈ നെയിം ഈസ് ഓബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ഇൻ ടു ദ ലെസൺ. നമ്മൾ കഴിഞ്ഞ സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക് 2.2ൽ പഠിച്ചതിൻ്റെ ബാക്കി കണ്ടിന്യൂവേഷൻ ലെസണാണിത്. അപ്പോൾ അത് കാണാതെ ഇത് കണ്ടിട്ട് കാര്യമില്ല. അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റെപ്സ് എല്ലാം എഴുതി വെച്ചിട്ട് നമ്മൾ ആ വീഡിയോ വൈൻഡപ്പ് ചെയ്തു ലാസ്റ്റ് വീക്ക്. അപ്പം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ചാർട്ടിൻ്റെ ഫോർമേഷൻസ് നമുക്ക് കറക്റ്റായിട്ട് ചാർട്ടിൽ കാണിക്കാം. സോ ഞാനിത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമ്മളൊരു കുറച്ച് ആക്ച്വലി ഇത് വന്നിരിക്കുന്നത് 23 ഡിസംബർ 2024 ചാർട്ടാണ് ആക്ച്വലി. അപ്പം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചാർട്ടിൽ നിങ്ങൾക്ക് ആദ്യം ഒരു സമയം കറക്റ്റായിട്ട് അത് ആ പ്രൈസ് ആക്ഷൻ, അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ആംഗിളിലെ ചാർട്ടിനെ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറേ ചാർട്ട് ഞാൻ നോക്കി. അപ്പോൾ ഇതിനകത്തെല്ലാം കുറേ അധികം സെനാരീസ് ഉണ്ട്. ഈ സെയിം രീതിയിൽ പല പ്രാവശ്യം നമ്മൾ 3 മിനിറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പലയിടത്തായിട്ട് ഈ ഒരു സ്ട്രക്ചറൽ മാർക്കറ്റിനെ നമുക്ക് മനസ്സിലാക്കാനും എൻട്രി എടുക്കാനും സ്കാൽപ്പിങ്ങിൻ്റെ എൻട്രി എടുക്കാനും എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിക്കും. ദ ഒൺലി തിങ് ഈസ് ദാറ്റ് ആദ്യത്തെ പ്രാവശ്യം ഞാനിത് കാണിച്ചു തരുമ്പോൾ ഞാനൊരു കുറച്ച് കറക്റ്റ് ആയിട്ടുള്ള ചാർട്ട് പോയി ഫൈൻഡ് ചെയ്ത് 23 ഡിസംബർ വന്നപ്പോഴാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു സെനാരിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കിട്ടിയത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ചാർട്ടിൻ്റെ ഒത്തിരി പുറകോട്ട് പോയിട്ട് ഇങ്ങനെ ഒരു സെനാരിയോ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത് കാണിച്ചു തന്നു എന്നുള്ളതല്ല. ആയിട്ട് റിയൽ മാർക്കറ്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ലാസ്റ്റ് ഫോം ചെയ്തിരിക്കുന്ന ചാർട്ട് ഏതാണോ അവിടെ നമ്മൾ തുടങ്ങും, അല്ലെങ്കിൽ ലൈവ് മാർക്കറ്റിൽ എവിടെയാണോ ചാർട്ട് വന്നിരിക്കുന്നത് അവിടെ തുടങ്ങും. ബട്ട് ടു ആൻ എക്സെപ്ഷൻ, ഈ ഒരു ചാർട്ടിൽ മാത്രം ഒരു എക്സെപ്ഷൻ ഞാൻ ബിൽഡപ്പ് ചെയ്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ജസ്റ്റ് ടു ഷോ യു ക്ലിയർലി ദ ലെക്ചർ ദാറ്റ് വി ഹാവ് കവേർഡ് എർലിയർ. ഓക്കെ, നൗ ഇവിടെ നോക്കുമ്പോഴത്തേനും പ്രൈസ് ആക്ഷൻ്റെ സ്റ്റെപ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ. ഇവിടെ ഈ 4 സ്റ്റെപ്സ് നമുക്ക് വേണം. വെയിറ്റ് ഫോർ ദ ലിക്വിഡിറ്റി സ്വീപ്പ്. സോ ഒരു സോൺ ഹാസ് ടു ബി ക്രിയേറ്റഡ് അല്ലേ. ആദ്യം ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യണം. സോ ഇവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. ഇതൊരു ലിക്വിഡിറ്റി പോയിന്റ് ഓഫ് ക്രിയേഷൻ. അതിനുശേഷം പ്രൈസ് താഴോട്ട് വന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഷാർപ്പ് റിയാക്ഷൻ, ഷാർപ്പ് വി ഷേപ്പ് റിയാക്ഷൻ. ഓൾ ദ റീറ്റെയിലേഴ്സ് ഔട്ട്. ഫിനിഷ്. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഗെയിം ഈസ് ഓവർ. നൗ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഷാർപ്പ് വി ഷേപ്പ് റിയാക്ഷൻ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലിക്വിഡിറ്റി സ്വീപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത് അല്ലേ. വെയിറ്റ് ഫോർ ദ ലിക്വിഡിറ്റി സ്വീപ്പ്. വെയിറ്റ് ഫോർ ദ ലിക്വിഡിറ്റി സ്വീപ്പ് ഇൻ ദ ഫോം ഓഫ് ഷാർപ്പ് വി ഷേപ്പ് റിയാക്ഷൻ. റൈറ്റ്, ഗോട്ട് ഇറ്റ്. അപ്പോൾ അതിവിടെ കാണാമല്ലോ, ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. സോ ലിക്വിഡിറ്റിക്ക് നമുക്കിവിടെ എഴുതി വെക്കാം, അല്ലെങ്കിൽ മറന്നു പോകും. ഇവിടെ നമ്മൾ ലിക്വിഡിറ്റി ലിക്വിഡിറ്റി. ഓക്കെ, സോ ഇതിനെ ചെറുതാക്കി വെക്കാം. ഓക്കെ, നൗ ദിസ് ഈസ് ലിക്വിഡിറ്റി അല്ലേ. അപ്പം ഈ ഷാർപ്പ് ഫോം ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ വി ഷേപ്ഡ് റിയാക്ഷൻ, ഇതാണ് നമ്മളുടെ ലൈൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഇത് നമ്മുടെ ലിക്വിഡിറ്റി. ഈ ലിക്വിഡിറ്റിയുടെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുവാണ് അല്ലേ. ട്രേഡ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് എ ഷാർപ്പ് വി ഷേപ്ഡ് റിയാക്ഷൻ. ക്ലിയർ ആണല്ലോ. ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ആ ലിക്വിഡിറ്റി വിത്ത് ദ ഫോം ഓഫ് ഷാർപ്പ് വി ഷേപ്ഡ് റിയാക്ഷൻ, പ്രൈസ് മാനിപ്പുലേഷൻ ഡൺ. നൗ റീറ്റെയിലേഴ്സ് ആർ ഔട്ട്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഗെയിം. നൗ സെക്കൻഡ് പാർട്ട്. ഇനി സെക്കൻഡ് വെയിറ്റ് ഫോർ ദ ഫ്ലിപ്പ് സോൺ ക്രിയേഷൻ. റൈറ്റ്, നൗ അതിനുശേഷം ഫ്ലിപ്പ് സോൺ ക്രിയേഷൻ വരുമ്പോഴത്തേന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ ഷാർപ്പ് വി ഷേപ്ഡ് റിയാക്ഷൻ്റെ ബോട്ടം ആൻഡ് ടോപ്പ്. ഓക്കെ, അതിനകത്ത് ഒരു ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ചെയ്യണം. സോ പ്രൈസ് ഇവിടെ വരുന്നു, വീണ്ടും ഒരു ഷാർപ്പ് റിയാക്ഷൻ. റൈറ്റ്, ക്രിയേറ്റ് ചെയ്യപ്പെട്ടോ. ഇവിടെ ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സോ ഒരു ഷാർപ്പ് നമ്മളുടെ ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, വി ഷേപ്ഡ് റിയാക്ഷൻ, ഒരു ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സോ ഫ്ലിപ്പ് സോണിൻ്റെ ക്രിയേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നോ ഇതാണ് നമ്മളുടെ ഫ്ലിപ്പ് സോണിൻ്റെ ക്രിയേഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്കൊരു വി ഷേപ്ഡ് റിയാക്ഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. സോ ഫ്ലിപ്പ് സോൺ ഈസ് ക്രിയേറ്റഡ്.
നൗ ഫ്ലിപ്പ് സോൺ ഈസ് ക്രിയേറ്റഡ് ഇൻ ദ സെൻസ് ഇത് ഈ ഒരു ഏരിയയ്ക്ക് നമുക്ക് വീണ്ടും ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഫ്ലിപ്പ് സോൺ എന്ന് നമുക്ക് പറയുന്നത് ഇവിടെ റൈറ്റ്. സോ നമുക്കിവിടെ റൈറ്റ് എഴുതി വെക്കാം ഫ്ലിപ്പ് സോൺ. സോ ഇവിടെ ഫ്ലിപ്പ് സോൺ. ഓക്കെ, സോ ഇത് നമ്മളെ സംബന്ധിച്ച് ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഈ ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു നീഡ് ടു സീ ദാറ്റ് ഫ്ലിപ്പ് സോൺ ഹാസ് ടു ബി ലിക്വിഡേറ്റഡ് ത്രൂ എ സ്വീപ്പ് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, നൗ ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ചെയ്തു പ്ലസ് എ സ്വീപ്പ് ഓഫ് സ്ട്രക്ചർ. ഇതാണ് സ്വീപ്പ്. ഈ സ്വീപ്പ് വരണം. സ്വീപ്പ് വരുന്ന ഇതാണ് ഫ്ലിപ്പ് സോണിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. സോ ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ചെയ്തു, സ്വീപ്പ് ചെയ്തു, ഫ്ലിപ്പ് സോൺ സ്വീപ്പ് ചെയ്തു. ദെൻ അതിൻ്റെ ഒപ്പം തന്നെ എന്ത് സംഭവിച്ചു, ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിൻ്റെ സ്ട്രക്ചറും കൂടെ ചേഞ്ച് ചെയ്യുവാണ്. ഓക്കെ, നൗ ഇതാണ് അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. റൈറ്റ്, അതിൻ്റെ മുകളിൽ പ്രൈസ് കയറി ക്ലിയർ ഔട്ട് ചെയ്തു. സോ ഒഫീഷ്യലി മാർക്കറ്റ് ടേൺഡ് ബെയറിഷ് ടു ബുളിഷ്. റൈറ്റ്, ഇറ്റ് ഈസ് ടേൺഡ് ബെയറിഷ് ടു ബുളിഷ്. നൗ ഇനി എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, മാർക്കറ്റ് ഹാസ് ടു ഡിസ്കൗണ്ട് കം ബാക്ക് ടു വെയർ, എവിടെ, വെയിറ്റ് ഫോർ ദ മാർക്കറ്റ് ഷിഫ്റ്റ് നടന്നു. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഒഫീഷ്യലി ടേൺഡ് ബെയറിഷ് ടു ബുളിഷ്. ബെയറിഷ് ആയിരുന്ന ഇത് താഴോട്ടല്ലേ വരുന്ന പ്രൈസ്. അപ്പോൾ ബെയറിഷ് ആയിരുന്ന പ്രൈസ് താഴോട്ട്, അതായത് താഴോട്ട് പോകുന്നതിനാണ് ബെയറിഷ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ബെയറിഷ് ആയിരുന്ന പ്രൈസ് ആക്ഷൻ താഴോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് ടേൺഡ്, ഈ ഒരു ഫോർമേഷനിൽ നമുക്ക് മനസ്സിലായി ഇറ്റ് ഈസ് ടേൺഡ് ബെയറിഷ് ടു ബുളിഷ്. സ്ട്രക്ചർ എക്സ്ട്രീംലി ബുളിഷ്. അപ്പം ബുള്ളിഷ് വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്, നൗ ബുള്ളിഷ് വന്നു കഴിയുമ്പോഴത്തേനും ഫ്ലിപ്പ് സോൺ ഡിസ്കൗണ്ട് ചെയ്യണം. അണ്ടർസ്റ്റുഡ്? സോ മാർക്കറ്റ് ഹാസ് ടു ലിക്വിഡേറ്റ് വാട്ട്, വെയിറ്റ് ഫോർ ദ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഇവിടെ നടന്നു, കൺഫർമേഷൻ നമുക്ക് കിട്ടി, വെരി ഗുഡ്, എക്സലൻറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വെച്ച് എൻ്റർ ചെയ്യുകയാണോ ചെയ്യുന്നത്, അല്ല. നൗ ഫ്ലിപ്പ് സോൺ എന്ത് ചെയ്യണം, ഫ്ലിപ്പ് സോൺ സ്വീപ്പ് ചെയ്യണം, എൻ്റർ അറ്റ് ദ ഫ്ലിപ്പ്. അപ്പോൾ നമ്മുടെ ഫ്ലിപ്പ് സോൺ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, ഈ സ്ട്രക്ചറിൻ്റെ ഇവിടെയാണ് ഫ്ലിപ്പ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റർ അറ്റ് ദ ഫ്ലിപ്പിൽ നമുക്ക് എവിടെയാണ് ഇവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഫ്ലിപ്പ് സോണിൻ്റെ ഇംബാലൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മളെ സംബന്ധിച്ച് ഈ ഫ്ലിപ്പ് സോണിൻ്റെ ഇംബാലൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്, ഇവിടെ ചെറിയൊരു ഇംബാലൻസ് ഇതുണ്ടോ ഫ്ലിപ്പ് സോണിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ ഫ്ലിപ്പ് സോണിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്താൽ മതി. ഈ ലാസ്റ്റ് ഇതിൻ്റെ ലോവസ്റ്റ് ക്യാൻഡിലും ഹയസ്റ്റ് ക്യാൻഡിലും ഇവിടെ വന്നിരിക്കുന്നത്, ഈ ലാസ്റ്റ് ബോട്ടം പ്രൈസ് ആക്ഷൻ ഇതിൻ്റെ ഒപ്പം എവിടെയെങ്കിലും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇവിടെ. അപ്പോൾ അത് മിറ്റിഗേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നൗ പ്രൈസ് ഈസ് നൗ ഫ്ലിപ്പ് സോണിൻ്റെ ബോട്ടം പോർഷനിലാണ് നമ്മളുടെ പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. സോ യു വിൽ ബി എൻ്ററിങ് അറ്റ് ദ ഫ്ലിപ്പ് സോൺ അല്ലേ, ഇത് നമ്മുടെ ഫ്ലിപ്പ് സോൺ ആണ്, അതും കൂടെ എഴുതി വെച്ചേക്കാം. ഓക്കെ, ഇവിടെ ദിസ് ഈസ് എ ഫ്ലിപ്പ് സോൺ ഏരിയ. റൈറ്റ്, ഫ്ലിപ്പ് സോൺ ഏരിയ. സോ ഫ്ലിപ്പ് സോൺ ഏരിയയിൽ പ്രൈസ് തിരിച്ചു വരികയും ചെയ്യണം. അവർ എൻട്രി വിൽ ബി ഇൻ ദ ഫ്ലിപ്പ് സോൺ ഏരിയ ഓൾസോ എ സ്വീപ്പ് അല്ലേ, അതായത് എയ്തർ ഇൻ ദ ഫോം ഓഫ് സ്വീപ്പ് അല്ലെങ്കിൽ പ്രൈസ് അവിടെ വന്ന് ട്രേഡ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റം എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ്. റൈറ്റ്, മൂവ്മെൻറ്റും പ്ലസ് മൊമെൻറ്റും രണ്ടും കൂടെ ഒരുമിച്ച്. അപ്പോഴല്ലേ അത് ശരിയാണേ. അത് പ്രൈസ് എങ്ങനെയാണോ അവിടെ ട്രേഡ് ചെയ്ത് വരുന്നത്, ഇവിടെ പ്രൈസ് എങ്ങനെയാണോ ഇവിടെ ഈ ഒരു മൂവ്മെൻറ്റ്. ഓക്കെ, പ്രൈസ് താഴോട്ട് വരുന്നതിനല്ലേ നമ്മൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ താഴോട്ട് പ്രൈസ് വരുന്ന മൂവ്മെൻറ്റിലും, അതായത് തന്നെ ഫ്ലിപ്പ് സോണിൻ്റെ ഏരിയയിൽ പ്രൈസ് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ അവസരം. റൈറ്റ്, മൊമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സമയം, മൊമെൻറ്റ്. ഓക്കെ, മൊമെൻറ്റ് ആൻഡ് മൂവ്മെൻറ്റ് ആർ ടു ഡിഫറെൻറ്റ് തിങ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പ്രൈസ് വന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നിമിഷത്തിലും, അതുപോലെ തന്നെ അവിടെ പ്രൈസ് ഒരു സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോഴും യു വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു എ പ്രിസിഷൻ എൻട്രി. അണ്ടർസ്റ്റുഡ്? ദെൻ പ്രൈസ് ഈസ് ടാർഗറ്റിംഗ്. നൗ നമ്മളുടെ സ്ട്രക്ചർ പ്രകാരം, സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക്ക് പ്രകാരം ഞാൻ കുറേ അധികം ലെക്ചേഴ്സ്, ഇപ്പോൾ 9ഓളം ലെക്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാൻഡിൽ 1, ക്യാൻഡിൽ 2, ക്യാൻഡിൽ 3 ആൻഡ് ദർ ഈസ് നോ ഇംബാലൻസസ്. റൈറ്റ്, ഇവിടെ ചെറിയൊരു ഇംബാലൻസ് മാത്രം കിടപ്പുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ ഒരു ചെറിയൊരു ഇംബാലൻസ് കിടപ്പുണ്ട്. ഓക്കെ, ചെറിയൊരു ഇംബാലൻസ് ഉണ്ട്. ദെൻ പ്രൈസ് വാസ് ട്രേഡിങ് അറ്റ് ദ തേർഡ് ക്യാൻഡിൽ. റൈറ്റ്, ആ തേർഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്കാൽപ്പിങ്ങിന് വേണ്ടി എൻട്രി എടുക്കുമ്പോൾ യു ആർ സീയിങ് എ സ്മോൾ ടാർഗറ്റ് ഹിയർ അല്ലേ, ഇവിടെ ഒരു ചെറിയൊരു ടാർഗറ്റ് കാണുന്നുണ്ട്. സോ ഹൗ മെനി പോയിന്റ്സ് ആർ ദെയർ ഫ്രം ഹിയർ ടു ഹിയർ, ഇറ്റ്സ് അബൌട്ട് 55 പോയിന്റ്സ് ആർ ദെയർ. റൈറ്റ്, 55 പോയിന്റിൻ്റെ ഡിസ്റ്റൻസ് അവിടെയുണ്ട്. അപ്പോൾ നമുക്കൊരു 12-13 പോയിന്റ് അവിടെ നമുക്ക് ഇത് കിട്ടും, ടാർഗറ്റ് കിട്ടും. റൈറ്റ്, അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ഈ ഫ്ലിപ്പ് സോൺ സ്വീപ്പ് ഒഫീഷ്യൽ കൺഫർമേഷൻ ഇവിടെ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. നമ്മളുടെ ഈ ഒരു പോയിന്റ് ഓഫ് എൻട്രി ഉണ്ടല്ലോ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഇതുണ്ടോ,
ഇതിന് മുകളിൽ പ്രൈസ് കയറുമ്പോഴത്തേനും ദിസ് ഈസ് അവർ ഫസ്റ്റ് ടാർഗറ്റ്. അവിടുന്ന് ഹൈ മൊമെൻറ്റത്തിലാണ് പോകുന്നത്. അപ്പം നമുക്കത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ഒരു സോൺ സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈസ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണാം. ഇവിടെ ഇതുണ്ടോ, ഇതൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇംബാലൻസിൽ ഒന്നെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്തോണം, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇതിൻ്റെ മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്സിറ്റ് ചെയ്യാം. പിന്നെ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ എക്സിറ്റ് ചെയ്യാം. കണ്ടോ, പ്രൈസ് ആക്ഷൻ കണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം പ്രൈസ് കണ്ടോ ഡിവേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇവിടെ ഈ വരുന്ന മൂവ്മെൻറ്റിൽ തന്നെ ഇവിടെ എക്സിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതിനുശേഷം പിന്നെ അടുത്ത സെറ്റപ്പിന് വേണ്ടി നോക്കാം നമുക്ക്. മനസ്സിലായോ? അപ്പം മാർക്കറ്റ് ടേൺഡ് ബെയറിഷ് ടു ബുള്ളിഷ് എന്നുള്ള സ്ട്രക്ചറൽ കൺഫർമേഷൻ കിട്ടുമ്പോൾ നമ്മൾ ഈ ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ നമുക്ക് എൻട്രി ഫോർമേഷൻ വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് കണ്ടക്ച്വൽ റെഫറൻസിൻ്റെ പേരിലാണ് ഇവിടെ വന്ന് എൻട്രി എടുക്കാൻ പറ്റുന്ന ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും നമുക്ക് സാധിക്കത്തില്ല. ബിക്കോസ് നമുക്കറിയത്തില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ എന്ത് ഫ്ലിപ്പ് സോൺ ഉണ്ടോ, അതുപോലെ തന്നെ ലിക്വിഡിറ്റി ഉണ്ടോ, ഇവിടുത്തെ ലിക്വിഡിറ്റി പോയിന്റ് ഓഫ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ് ആ ഒരു മോമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ലിക്വിഡിറ്റിയും ക്ലിയർ ഔട്ട് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡു യു ഹാവ് ദിസ് കണ്ടക്ച്വൽ റെഫറൻസ് ദാറ്റ് ദിസ് പർട്ടിക്കുലർ ക്യാൻഡിൽ ഈസ് ഫോംഡ് വിത്ത് എ പർപ്പസ് ടു ക്ലിയർ ഔട്ട് ഓൾ ദ ലിക്വിഡിറ്റി with the form of liquidity sweep, and it is entering at the flip zone area, and that is the final movement where you will be getting into the trade and exiting targeting on the zone itself, right? ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. മലയാളത്തിൽ ഒന്നും കൂടെ പറയാം. അതായത് നമ്മൾ ഇങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ ഇവിടെ വെച്ച് നമ്മൾ കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടക്ച്വൽ മാർക്കറ്റ് ബുള്ളിഷ് ടു ബെയറിഷ് എന്നുള്ള ബെയറിഷ് ടു ബുള്ളിഷ് എന്ന സ്ട്രക്ചറിലേക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നടക്കുകയും പ്രൈസ് താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുകയും വൺ ആഫ്റ്റർ അനദർ ക്യാൻഡിൽസ്റ്റിക് ത്രീ ക്യാൻഡിൽ ഫോം ചെയ്യുകയും അതിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്കറിയാം വി ആർ നോട്ട് ഫോക്കസിങ് ഓൺ ദ 3 ക്യാൻഡിൽ സെറ്റപ്പ് അല്ലേ. നമ്മൾ ആ 3 ക്യാൻഡിൽ സെറ്റപ്പിനെ അല്ല ഫോക്കസ് ചെയ്യുന്നത്. വേറെ ഓവറോൾ സ്ട്രക്ചറിൻ്റെ കണ്ടക്സ്റ്റ് വെച്ചിട്ട് ഈ ഫ്ലിപ്പ് സോണിനകത്താണ് മാർക്കറ്റ് വന്ന് ട്രേഡ് ചെയ്യുന്നത് ഓൺ ദ സെക്കൻഡ് ടൈം. ബിക്കോസ് ഫ്ലിപ്പ് സോണിൻ്റെ ലിക്വിഡിറ്റി ഈസ് ഓൾറെഡി ടേക്കൻ ഹിയർ അല്ലേ. ഫ്ലിപ്പ് സോണിൻ്റെ ലിക്വിഡിറ്റി ഇവിടെ ഓൾറെഡി ക്ലിയർ ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് പോയി സ്ട്രക്ചർ ഷിഫ്റ്റ് നടത്തിയതിന് ശേഷം പ്രൈസ് നേരെ താഴോട്ട് വന്ന് ഫൈനൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ക്യാൻഡിൽ സ്റ്റിക്ക് വൺ ആഫ്റ്റർ അനദർ താഴോട്ട് വരുന്നത്. അപ്പം നമ്മൾ ഈ ഫ്ലിപ്പ് സോണിൻ്റെ എന്ത് ചെയ്യുന്നു, ഈ ഫ്ലിപ്പ് സോണിൻ്റെ ബോട്ടം പോർഷനിൽ നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദിസ് ഈസ് എ ഡിസ്കൗണ്ടഡ് ഏരിയ എന്ന് നമുക്ക് പറയാൻ പറ്റും വിത്ത് റെസ്പെക്ട് ടു ദ ഫ്ലിപ്പ് സോൺ. യു അണ്ടർസ്റ്റുഡ് ദ പ്രൈസ് വാല്യുവേഷൻ? മനസ്സിലായോ? പ്രൈസ് വാല്യുവേഷനെ വെച്ചിട്ടാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പ്രൈസ് വാല്യുവേഷൻ ഇറ്റ്സ് അബൌട്ട് മണി. സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് അബൌട്ട് മണി. ഇറ്റ് ഈസ് നോട്ട്, ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഫ്ലൂയിഡിറ്റി ഓഫ് മണിയാണ് അല്ലേ. ഇതൊരു തമാശയല്ല, ഇതൊരു ജോക്കല്ല ഇത്. ഈ ഫ്ലൂയിഡിറ്റി ഓഫ് മണിക്കകത്ത് നമുക്ക് ആ ഒരു കണ്ടക്ച്വൽ റെഫറൻസ് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇതിങ്ങനെയാണെന്നുള്ളത്. അല്ലാതെ നമ്മളിപ്പോൾ ഇവിടെ സാധാരണഗതിയിലുള്ള റിപ്പീറ്റഡ് ടെക്സ്റ്റ് ബുക്ക് സ്ട്രാറ്റജീസ് പറയുന്നത് ഇവിടെ വന്ന ഒരു ചെറിയൊരു ക്യാൻഡിൽ ഫോം ചെയ്തേക്കുന്നു, ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു, അതിൻ്റെ ബോഡി വളരെ ചെറുതാണ്, ഇതൊരു ചെറിയൊരു ക്യാൻഡിൽ. സോ ഓക്കെ, this candle is an indecisive candle. What nonsense are we talking about? There is no such thing called indecision in the market. അപ്പോൾ ഇൻഡിസിസീവ് ക്യാൻഡിൽ എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ദ നോൺസെൻസ്. അവർ നോൺസെൻസ് ആണോ? ഈ മാർക്കറ്റിൽ ദ സ്മാർട്ട് മണി എന്ന് പറയുന്നത് ആർ ദ നോൺസെൻസ് പീപ്പിൾ? നോ, ദേ ആർ വെരി സ്മാർട്ട് പീപ്പിൾ. സോ ദർ ഇസ് നോ ഇൻഡിസിഷൻ ഇൻ ദ മാർക്കറ്റ്. ഇറ്റ്സ് അബൌട്ട് പ്ലേയിങ് വിത്ത് റിയൽ മണി. അണ്ടർസ്റ്റുഡ്? Playing with real money you need common sense to understand what is the structure of market. That's what I'm explaining you from the beginning അല്ലേ, ലാസ്റ്റ് 2 ലെക്ചറിനകത്തൂടെ. അപ്പോൾ നമ്മളുടെ ഈ ഒരു കണ്ടക്ച്വൽ റെഫറൻസ് നമ്മൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വെച്ച് നമ്മൾ സ്കാൽപ്പിങ്ങിന് എൻട്രിയിലോട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ എൻട്രി പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എൻട്രിക്ക് വേണ്ടി ഓർഡർ ഇടുമ്പോൾ നിങ്ങളുടെ കൈ വിറക്കില്ല. ബിക്കോസ് യു ആർ വെരി സ്ട്രോങ് ആൻഡ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ഈസ് എ ബുള്ളി സ്ട്രക്ചർ. Even the price is going below this structure for one time, no problem, you will wait and you will exit here. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഇമോഷൻ ഇല്ലാതെ നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കി നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ ഫൈനസ്റ്റ് ഫോം ഓഫ് എൻട്രി ആൻഡ് ദിസ് ഈസ് എ ഹോളി ഗ്രെയിൽ ഓഫ് ട്രേഡിങ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞ എല്ലാം ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ നമ്മുടെ മാർക്കറ്റിനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേനും നമ്മൾക്ക് സ്കാൽപ്പിംഗ് എൻട്രീസ് വെരി വെരി ഈസിയാണ്.
അപ്പോൾ നമ്മൾ ഓരോരുത്തരും പെർഫെക്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൽപ്പിംഗ് എൻട്രീസിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ഓവറോൾ മാർക്കറ്റിൻ്റെ കണ്ടക്സ്റ്റ് എന്താണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി അതിനൊപ്പം സ്കാൽപ്പിംഗ് എൻട്രീസ് പെർഫെക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 1-2 എൻട്രീസ് മിസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ക്യാൻഡിൽ വരുമ്പോഴാണെങ്കിൽ പോലും അതിൻ്റെ ബോട്ടം നമ്മൾ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴോ നമ്മൾ എൻട്രിയിലോട്ട് കടക്കുള്ളൂ എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദീസ് ആർ കോൾഡ് നോൺ നെഗോഷ്യബിൾ റൂൾസ്. അങ്ങനെ നമ്മൾ ഇരുന്ന് കറക്റ്റായിട്ടുള്ള പ്രിസിഷൻ എൻട്രി ഒരു പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം നമ്മളങ്ങനെ വളരെ ക്ഷമയോടുകൂടി ഇരുന്നിട്ട് ആ ഒരു പ്രിസിഷൻ എൻട്രി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ചാർട്ടിൽ ഈ ഫോർമേഷൻ കണ്ടുപിടിക്കുക, സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ നമ്മുടെ ഈ സ്കാൽപ്പിംഗ് എൻട്രി സീരീസിനകത്ത് പോലും നമ്മൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതേപടി തന്നെ റിപ്പീറ്റ് ചെയ്ത് കണ്ട് ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള എൻട്രി 1, 2, 3, 4 പ്രാവശ്യം കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേനും പിന്നീട് നമ്മൾ ഒരിക്കലും അൺനെസസറി ആയിട്ട് ഗ്യാമ്പിളിങ്ങിലേക്ക് ഒരിക്കലും കടക്കത്തില്ല. മാർക്കറ്റിൽ ഒരു കണ്ടക്സ് ഇല്ലാതെ, അല്ലെങ്കിൽ ചെറിയൊരു ട്രേഡ് സെറ്റപ്പ് പോലും ഇല്ലാതെ മാർക്കറ്റിൽ നമ്മൾ ഇറങ്ങി ട്രേഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും യു ആർ റിസ്കിങ് യുവർ ക്യാപിറ്റൽ. നോട്ട് ഓൺലി ദാറ്റ്, മാർക്കറ്റ് വിൽ ടേക്ക് എവറിത്തിങ് ഫ്രം യു. എന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്മളൊരു പ്രോസസ്സ് ഫോളോ ചെയ്തിട്ട് ദിസ് ഈസ് എ ബിസിനസ്. ഫസ്റ്റ് ഓഫ് ഓൾ യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് നോട്ട് എ ഗ്യാമ്പിളിംഗ് പ്ലേ ഗ്രൗണ്ട്. യു ആർ ഡൂയിങ് എ ബിസിനസ് എന്ന് മാത്രം ചിന്തിക്കുക. ബിസിനസ്സിൻ്റെ ഔട്ട്കം നമ്മളെപ്പോഴാണ് മെഷർ ചെയ്യപ്പെടുന്നത്? നമ്മളൊരു ബിസിനസ്സിൻ്റെ ഔട്ട്കം മെഷർ ചെയ്യപ്പെടുന്നത് യു വിൽ ബി മെഷറിങ് യുവർ ഔട്ട്കം എപ്പോഴാണ്? ഒരു വർഷം നമ്മൾ ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ നെറ്റ് ലോസ് ഓർ നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നമ്മളുടെ P&L എന്താണെന്ന് നമ്മൾ നോക്കുന്നു. ഓവറോൾ നമ്മളൊരു എത്ര ശതമാനം നമുക്ക് ആ ഒരു ബിസിനസ്സിൽ നിന്ന് നമുക്ക് വരുന്നതെന്നില്ല. ഇതിനകത്ത് SL ഹിറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ബിക്കോസ് SL ഹിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ് പ്രശ്നമാകുന്നത്? SL ഹിറ്റ് ചെയ്യുന്നത് പ്രശ്നമാകുന്നത് നമുക്ക് ഈ ഒരു കണ്ടക്ച്വൽ റെഫറൻസ് മാർക്കറ്റിൽ ഇല്ലാതെ നമ്മൾ ഗ്യാമ്പിളിംഗ് ട്രേഡ് ചെയ്യുമ്പോഴാണ് SL ഹിറ്റ് ചെയ്യുന്നത് ഒരു പ്രശ്നമാകുന്നത്. ഗ്യാമ്പിൾ ചെയ്യാതെ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ആ പ്രോസസ് ഫ്ലോ എന്താണെന്ന് നോക്കിയതിന് ശേഷം കറക്റ്റായിട്ട് നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കി ആ ഒരു കറക്റ്റായിട്ടുള്ള എൻട്രി എക്സിറ്റ് പ്ലാൻസ് എല്ലാം കണ്ടിട്ടാണ് നമ്മൾ എൻട്രി ചെയ്യുന്നതെങ്കിൽ കീപ്പ് ഓൺ ഡൂയിങ് ദ സെയിം തിങ് അഗെയിൻ ആൻഡ് അഗെയിൻ. ദെൻ എന്താണ് സംഭവിക്കുന്നത്? നമ്മളിവിടെ പ്ലേ ഔട്ട് ചെയ്യാൻ പോകുന്നത് മേ ബി നമ്മളിവിടെ ഇവിടെ നമ്മൾക്ക് ടാർഗറ്റ് ഓരോ ഡിഫറെൻറ്റ് സെനാരിയോയിലും ടാർഗറ്റ് നമുക്ക് ഡിഫറെൻറ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്കിവിടെ ചിലപ്പം 50 പോയിൻറ്റ് ടാർഗറ്റ് നമുക്ക് ഈ മിറ്റിഗേഷൻ പോയിൻ്റ് ചിലപ്പോൾ കിട്ടിയിരിക്കാം. ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ 50 പോയിൻ്റ് ആയിരിക്കും നമ്മുടെ പ്രീമിയം ലെവലിലുള്ള അപ്രിസിയേഷൻ വരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു 1:1 ആണെങ്കിൽ പോലും 50-50 എന്നുള്ള രീതിയിൽ നമുക്കിവിടെ പ്ലേ ഔട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ സ്കാൽപ്പിംഗ് ചെയ്യുമ്പോഴും നല്ല ലെവലിലുള്ള ഒരു ഏകദേശം ടാർഗറ്റ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ യു ഡോണ്ട് നീഡ് ദാറ്റ് പർട്ടിക്കുലർ ട്രേഡ്. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പഠിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. മേ ബി നമ്മളങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ട്രേഡ് എൻട്രി മേ ബി മിസ്സായെന്നിരിക്കാം. പക്ഷേ നമുക്കതൊരു പ്രശ്നമുള്ള കാര്യമില്ല. മിസ്സാകട്ടെ, ട്രേഡ് മിസ്സാകണം. അവിടെയാണ് നമ്മളുടെ ഡിസിപ്ലിൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഫോമോ എന്ന് പറയുന്ന സാധനം ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും കാണാൻ പാടില്ല. ബിക്കോസ് ഈ കഷ്ടപ്പെട്ട് ഇതെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യു ഹാവ് ടു ഫോളോ എ സിസ്റ്റം, എ പ്രോസസ്. ആ പ്രോസസ്സിൻ്റെ ക്ലിയർ ഡെഫിനിഷൻ പല രീതിയിൽ പല മോഡലിൽ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. യു ജസ്റ്റ് നീഡ് ടു ഫോളോ ദിസ് അല്ലേ? കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെയാണ് ടാർഗറ്റ് കണ്ടുപിടിക്കുന്നത്, എവിടെയാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ വരുന്നത്, ഈ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ കണ്ടമാനം അനലൈസിസ് ചെയ്യുക എന്നുള്ളതല്ല. ഇങ്ങനെ ഒരു സ്ട്രക്ചർ മാർക്കറ്റിൽ നടക്കുമ്പോൾ ഈ ഒരു സെനാരിയോ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകും? ഇത് എന്ത് പ്രൈസ് ആക്ഷൻ ആണെന്ന് എങ്ങനെ മനസ്സിലാകും? ഇവിടെ എവിടെ പ്രൈസ് കൊണ്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിവിടെ എൻട്രിയിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആയി പോകും അല്ലേ? അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, വിത്ത് കണ്ടക്ച്വൽ റെഫറൻസ് വി ആർ ഗോയിങ് ടു ഫ്രെയിം എ നരേറ്റീവ് അല്ലേ? ആ ഒരു നരേറ്റീവ് ഫ്രെയിം ചെയ്ത് കഴിയുമ്പോഴത്തേന് മാർക്കറ്റ് അതുപോലെ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്മകൾ വരട്ടെ. നിങ്ങളുടെ വിലയേറിയ കമൻസ് ആണ് എൻ്റെ ഊർജ്ജം എന്ന് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കമൻറ്റ്സ് എഴുതാൻ മറക്കരുത്. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.